ഇന്നും ഒരു സ്പെഷ്യൽ ബീൻസ് കൊണ്ടുള്ള കറി കേട്ടോ. ഇത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ബീൻസിൻ്റെ ഉള്ളിലുള്ള ബീനാണെന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഐറ്റം ആയിരുന്നു കേട്ടോ. നോക്കുമ്പോൾ നല്ല രസമുണ്ട്, വെള്ള കളറിൽ. അപ്പം നമ്മൾ വിചാരിച്ചു ഇതൊന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന്. വെറുതെ പുതിയ സാധനങ്ങൾ കാണുമ്പോൾ ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ചു. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ടു. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു 2 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒനിയൻ ഒരു കപ്പോളം ഒനിയനും ഒരു 3 പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായി അങ്ങോട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ സോട്ടായി കിട്ടുമല്ലോ. അപ്പം ഞാനിങ്ങനെ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ടൊമാറ്റോയും കൂടിയിട്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ടൊമാറ്റോ നന്നായി മഷി ആവണ വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെഷിയാവും കേട്ടോ, നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതാ ടൊമാറ്റോ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ടിട്ട് അതിനൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടിയിട്ട് ആ മല്ലിയുടെ ഇലയും കൂടി ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ ഇതാ മല്ലിയുടെ ഇലയും നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായി കുക്കായിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കും കൂടി ചതച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റോളം നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തു. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ നന്നായി ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ഒഴിച്ച് എണ്ണ തെളിയുന്ന വരെ ചെയ്യാം. എന്നിട്ട് ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ബീൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബീൻസൊക്കെ ഇവിടെ ഇടയ്ക്ക് കിട്ടിട്ട്, ഇതൊക്കെ സീസണിലാണ്. ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഒന്നും മുമ്പ് ചിലപ്പോൾ ഉണ്ടാവില്ല. ആ വെള്ളവും ഇതും കൂടിയുള്ളത് മൊത്തത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് വെച്ചപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടോ. ഇനി അതിലേക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് 1 നുള്ള് പഞ്ചസാര, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം ചെറിയ തീയിൽ. അപ്പോൾ ഇത് 5 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോകണം. ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനും ചെറിയൊരു കയ്പ്പുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബീൻസ് തന്നെയായിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ആപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഇതുണ്ടാക്കിയത്. ആപ്പവും ഈ കറിയും കൂടി ഉണ്ടാക്കി നോക്കാൻ വെച്ചു. സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേമാതിരി ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ചപ്പാത്തിക്ക് കൂടെയൊക്കെ കഴിക്കാൻ തോന്നി.